2024 വോട്ട് ചെയ്ത എനിക്ക് എന്റെ വീട്ടിൽ വന്നിരിക്കുകയാണ് പുതിയ ഫോർവേഡ്. പല MLA-മാരുടെയും ജനപ്രതിനിധികൾ KC വേണുഗോപാൽ MP-യുടെ വീട്ടിൽ ഈ ഫോർവേഡ് പോയിരിക്കുകയാണ്. ഞങ്ങള് നിസ്സഹരിക്കാൻ പറഞ്ഞിട്ടില്ല. ഞങ്ങൾ ഇതിന്റെ അപ്രായോഗികതയാണ് ചൂണ്ടിക്കാട്ടിയത്, ഇതിന്റെ അനാവശ്യമാണ് ചൂണ്ടിക്കാട്ടിയത്. ഇത് ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുകയാണ്. ബീഹാർ നമ്മുടെ മുൻപിലുണ്ട്, ഉദാഹരണമുണ്ട്. കേരളത്തിലെ പട്ടിക 2024 വോട്ട് ചെയ്ത എനിക്ക് എന്റെ വീട്ടിൽ വന്നിരിക്കുകയാണ് പുതിയ ഫോർവേഡ്. പല MLA-മാരുടെയും ജനപ്രതിനിധികൾ KC വേണുഗോപാൽ MP-യുടെ വീട്ടിൽ ഈ ഫോർവേഡ് പോയിരിക്കുകയാണ്. ഈ ഫോറം വീണ്ടും പൂരിപ്പിച്ചു കൊടുക്കേണ്ട അവസ്ഥയാണ്. 2002 അതിനെ അടിസ്ഥാന വർഷമായിട്ട് അംഗീകരിച്ചുകൊണ്ട് ഇങ്ങനെയൊരു പ്രക്രിയയുടെ ആവശ്യം എന്താ? ഇത് ജനങ്ങളുടെ മേലുള്ള ഒരു ഭാരം, അധിക ഭാരം അടിച്ചേൽപ്പിക്കലാണ്. ഇതിന് യാതൊരു സതുദ്ദേശമില്ല. അത് ചെയ്യേണ്ടത് ബൂത്ത് ലെവൽ ഏജന്റന്മാരാണ്, BLA-മാരാണ്. BLO-മാര് ആ ജോലി നിർവഹിക്കുന്നു. രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾ BLA-മാരാണ്. അവരെ കൂടെ പോയിട്ട് അവരെ അക്കമ്പനി ചെയ്തിട്ട് കാര്യങ്ങൾ സഹായിക്കേണ്ടത്, വോട്ടർമാരെ പഠിപ്പിക്കുകയും ചെയ്യേണ്ടത്. ഞങ്ങൾ BLA-മാരെ ഒന്നുകൂടി ശാക്തീകരിക്കാനും ആ കാര്യത്തിൽ ഊർജ്ജസ്വലരാക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. ജനങ്ങൾ സർക്കാരിന്റെ എല്ലാ ദുഷ്ചെയ്തികളെയും വിലയിരുത്തും. ഇത്രയും വലിയ കൊള്ള, ഗൂഢാലോചന, വിശ്വാസവഞ്ചന, ശബരിമലയിലെ സ്വർണത്തിന് പോലും സുരക്ഷിതമില്ലാത്ത, അറിഞ്ഞുകൊണ്ട് രാഷ്ട്രീയ നേതൃത്വത്തിന്റെ പങ്കാളിത്തത്തോടെയുള്ള മോഷണം, കേരളം ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു മോഷണം. അതിന് പങ്കാളികളായവരെ ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിലും ശിക്ഷിക്കും. ജനകീയ കോടതി ഇവർക്കെതിരായിരിക്കും. ആ കാര്യത്തിൽ സംശയമില്ല. പോകേണ്ടതുണ്ട്. ആ പ്രതികളെ സംരക്ഷിക്കുകയാണ്. അതാണ് ഗൂഢാലോചന ഉണ്ടല്ലോ. ഗൂഢാലോചന ഉണ്ടെന്ന് കോടതി പറയുന്നു. ആരൊക്കെ ഉണ്ടെന്ന് തെളിയിക്കണം. ചിലരൊക്കെ നമുക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ തോളത്ത് കൈയിട്ട് നിൽക്കുന്നവരാരൊക്കെയാ? എന്താ ഇത്ര വലിയ അടുപ്പത്തിന്റെ കാരണം? എവിടെ? ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ഞങ്ങൾക്ക് ഈ കാര്യത്തിൽ, ഈ മോഷണത്തിൽ ഞങ്ങൾക്ക് സഹായിക്കാൻ ഞങ്ങളാരും അധികാരത്തിലില്ലല്ലോ. ഞങ്ങളാരും ദേവസ്വം ബോർഡിലില്ലല്ലോ. ഞങ്ങളാരും ദേവസ്വം മന്ത്രിയല്ലല്ലോ. ഞങ്ങളാരും ഭരണത്തിലില്ലല്ലോ. അതുകൊണ്ട് ആരാണ് അധികാരം കൈയാളിയവർ? അവരാണ് ഈ കളവിന് കൂട്ടുനിന്നവർ. കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട്. രാഷ്ട്രീയ നേതൃത്വത്തിന്റെ പങ്ക് ഇതിലുണ്ട്. അദ്ദേഹത്തെ കുറിച്ച് കേരളത്തിൽ ആർക്കും മോശം അഭിപ്രായമില്ല. എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ കളങ്കം, പങ്കാളിത്തം സമ്മതിക്കുകയാണ്. നോബഡി ഫ്രം CPM ഈസ് എലിജിബിൾ ടു ബി അപ്പോയിന്റഡ്. നോബഡി ഫ്രം CPM they themselves admit. ഒരു പാർട്ടി ഘടനയെ അവർക്ക് വിശ്വാസമില്ല എന്ന് അവർ തന്നെ സമ്മതിച്ചിരിക്കുകയാണ്. ജയകുമാറിലേക്ക് എത്തിയത് ഞങ്ങൾ സ്വാഗതം ചെയ്തു.